കോട്ടയം തിരുവാതിൽക്കൽ വിജയകുമാർ മീര വൃദ്ധ ദമ്പതികൾ ഇപ്പം കുറച്ച് ദിവസമേ ആയുള്ളൂ കോടാലിക്ക് അതിക്രൂരമായിട്ട് വെട്ടിക്കൊന്നു. കൊലയാളികൾ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. കൊലയാളികൾ പിന്നിൽ നിന്ന് ഒരു ആസാം സ്വദേശിയെ കൊണ്ട്, അമിതെന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും, ആസാം സ്വദേശിയല്ല ഇത് കൊന്നത്, ഇതിൻ്റെ പിന്നിൽ നിന്ന് അവർക്ക് പരിചയമുള്ളവരായിരിക്കും ഇത് കൊന്നിട്ടുള്ളത്, പിന്നിൽ നിന്ന് ചെയ്യിക്കുകയും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതശരീരങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു. ആ മകളുടെ ഒരു ദയനീയ അവസ്ഥ, ആ മകളുടെ ഒരു കരച്ചിൽ ആരെ കൊണ്ടും കണ്ടു നിൽക്കാൻ പറ്റൂല. ആ മൃതശരീരത്തിൽ തീ കൊളുത്തുമ്പോഴുള്ള ആ സങ്കടകരമായ ഒരു രംഗം. ഒരു സഹോദരനുള്ളത്, അതിനെയും കൊന്നു. അതിനെ കൊന്നവന്മാർ തന്നെയാണ് ഇവരെയും കൊന്നത്. ആ കൊന്ന് അതിൻ്റെ പേരിൽ കേസ് കൊടുത്ത്, ആ കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരുന്ന് അന്വേഷണം പൂർത്തിയായി എന്നുള്ള ഇത് അവന്മാരെ കണ്ടുപിടിക്കും എന്നായപ്പോഴാണ് ഇവരെ കൊല്ലണത്. അത് ഈ ആസാം സ്വദേശിയായ അമിത് ഉറാങ് എന്ന് പറയുന്ന അവനെ ഇതിനായിട്ട് പറഞ്ഞ് കൊണ്ടുവരികയും അതിൻ്റെ ഇടയിലൊക്കെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ കൊലയാളികൾ ചെയ്യിച്ചതാണ്. ഒരു മൊബൈൽ മോഷ്ടിക്കണമെന്ന് പറഞ്ഞ് അതുപോലെ എല്ലാം ചെയ്ത് മൊബൈൽ മോഷ്ടിച്ച് അതിൻ്റെ പേരിൽ കേസായി. ഇതെല്ലാം അവൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി ഇതെല്ലാം അവർ ചെയ്യിച്ചതാണ്. ചെയ്യിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്വർണമോ പണമോ ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഈ അമിത് ഉറാങ് എന്ന് പറയുന്ന അവൻ വരുന്നതെല്ലാം CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ആ CCTV ക്യാമറകളുടെ മുന്നിൽ തന്നെ അവൻ ചെന്ന് നിൽക്കുന്നുണ്ട്. യവന് ഒരു തുള്ളി രക്തക്കറ പോലും അവൻ്റെ ആ ഇട്ടിരുന്ന വസ്ത്രത്തിൽ വീണിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് യവനല്ല കൊന്നത്, ഈ കൊലയാളികൾ പിന്നിൽ നിന്നും കളിക്കുന്നതാണെന്ന്. അപ്പൊ ഈ മകനെ കൊന്നത് തെളിയും എന്ന് ഉറപ്പായപ്പോഴാണ് വിജയകുമാറിനെയും മീരയെയും വെട്ടിക്കൊല്ലുന്നത്. അതും നഗ്നമായിട്ട്. അത്ര വാശിയാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളാം. നഗ്നമായിട്ടാണ് കിടത്തിയിരിക്കുന്നത്, കൊന്നിട്ടിരിക്കുന്നത്. വെട്ടിപ്പൊളന്ന് അതിനെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിത്തച്ചെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അത്രയ്ക്കും പൊളന്നിട്ടെന്നാണ് പറയണത്. ഇത്രയും വകകളൊക്കെ സമ്പാദിച്ചിട്ട് ഇനി ഇപ്പം മോൻ മരിച്ചു കഴിഞ്ഞ്, അപ്പം അതിൻ്റെ പോരാട്ടത്തിലായിരുന്നു ഈ അമ്മയും അച്ഛനും കൂടി. അപ്പോഴും ഈ അമ്മയും അച്ഛനെയും കൂടി എങ്ങനെയെങ്കിലും വക വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആസാം സ്വദേശിയെ കയ്യിലെടുത്തത്. അവനാണെന്ന് വരുത്തി തീർക്കാനും. പക്ഷെ അവൻ പറയൂല. അവന് ലക്ഷങ്ങളോ കോടികളോ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ പറയാത്ത. ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഇന്ന് തന്നെ അവരെ വീട്ടിൽ ഈ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അവിടെ ഇത് കാണാൻ തന്നെ വന്നതിൽ ഒരാളായിരിക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, നമുക്ക് പറയാൻ പറ്റൂല. സ്വത്തിന് വേണ്ടിയിട്ട് ഈ അമ്മയും അച്ഛനെയും ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനെയും അങ്ങ് കൊല്ലേണം. കൊന്നതിന് ശേഷം പിന്നെ ഇനി ഒരു ഉദ്ദേശം ഇനി മകളേ ഉള്ളൂ, ഈ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ഇനി അതിന് സെക്യൂരിറ്റിയോ പോലീസിനെയോ ഒക്കെ ഈ കാവലായിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് നല്ലത്. ഈ പെൺകുട്ടിക്ക് ഇനി കരുതൽ വേണം, ഇല്ലെങ്കിൽ ജീവൻ ആപത്താണ്. ഈ പെൺകുട്ടി ഈ അമ്മയുടെയും അച്ഛൻ്റെയും മൃതശരീരം കൊണ്ട് കിടത്തി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം ദഹിപ്പിച്ച് ചെതയിൽ തീ കൊളുത്താൻ വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസേ ആയോളെന്ന് പറയുന്നു. ഇതെങ്ങനെ സഹിക്കും ഈ പെൺകുട്ടി? ഇനി അതിനെ തുറന്ന് പറയാൻ പോലും ഒരു മനുഷ്യനില്ല, ആരുമില്ല. ഈ കോടികളെ സ്വത്തുണ്ടെന്ന് പറയണം. ഈ സ്വത്തൊക്കെ ഉണ്ടായിട്ട് എന്തോന്ന് ഫലം? മനസ്സമാധാനം ഉണ്ടാ? ആ പെൺകുട്ടിയുടെ മനസ്സമാധാനം നശിച്ച്. അമ്മയും അച്ഛനും ആയിരുന്നു ആ സഹോദരൻ പോയതിന് ശേഷം അമ്മയും അച്ഛനും ആയിരുന്നു ഈ മകൾക്കൊരു കൂട്ട്, ഒരു തുണ. അപ്പം ഭർത്താവുണ്ട് എങ്കിൽ തന്നെയും അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറയേണ്ട കാര്യം അത് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറയണം. ഇത് വല്ലാത്തൊരു ഗതികേട്, നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. ആ കുട്ടി ആ ചെതയ്ക്ക് തീ കൊളുത്തുന്ന രംഗങ്ങൾ അതൊന്ന് കാണാം. അത് വിങ്ങി വിങ്ങി അതിൻ്റെ കണ്ണീരൊപ്പുന്നുണ്ടത്.
കഷ്ടം. ഈ വകയ്ക്കും സ്വത്തിനും വേണ്ടി നീയൊക്കെ ഇത്രയും ക്രൂരത കാണിക്കണമെങ്കിൽ നീയൊക്കെ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നീയൊക്കെ അനുഭവിക്കും. ഇത്രയും ക്രൂരത കാണിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നണം? 2 പച്ചയായ ശരീരം, അതിനെ വെട്ടി കൊല്ലണമെങ്കിൽ എന്തുമാത്രം പിടച്ചിട്ടുണ്ട്. ആ മനുഷ്യർ രണ്ടും എന്തുമാത്രം പിടച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ അതായിരിക്കും. അത് ചിന്തിക്കുന്നതാണ്. എൻ്റെ അമ്മയും അച്ഛനും ഒരു അസുഖമാണ് വന്ന് മരിച്ചതെങ്കിൽ അത് പിന്നെ അമ്മക്ക് സഹിക്കാം. അതുപോലെ അല്ല, സഹോദരനും കത്തിക്കരയാണ് മരിച്ചത്, അതും വേറൊരാളിൻ്റെ കൈ കൊണ്ട്. ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റൂല. ഇതും അങ്ങനെ തന്നെ, അമ്മയും അച്ഛനും വേറെ ആളുകളുടെ കൈ കൊണ്ട് മരിച്ച് കോടാലിക്ക്. എല്ലാം ഈ ആയുധങ്ങൾ കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ നാടിൻ്റെ പോക്ക് എങ്ങനെയാണിത്? അവരെ എല്ലാ തെളിവും നശിപ്പിച്ച് കഴിഞ്ഞ് യവനെ ഈ അമിത്തുറാനെ പിടിച്ചോണ്ട് പോയി. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, അതിൻ്റെ കുട്ടി അബോർഷനായിപ്പോയി, എന്നെ ജയിലിൽ പിടിച്ചോണ്ട് വന്നിട്ടിരുന്ന്, എനിക്കതിൻ്റെ വൈരാഗ്യമാണ്, ഇയാൾ കാരണമാണ് എന്നെ ജയിലിൽ കൊണ്ടുപോയി 5 മാസം ഇട്ടിരുന്നത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യ അബോർഷനായി പോയി, അവൾ എന്നിൽ നിന്നും അകന്നുപോയി. അവന് 23 വയസ്സേ ഉള്ളൂ. ഈ കാടൻ എന്തായാലും അത് ചെയ്യൂല. യവനല്ല, അവനെ കൊണ്ട് പറ്റൂല അത് ചെയ്യാൻ. ഇത് ചെയ്തതിൻ്റെ പിന്നിൽ ആളുണ്ട്, അവരാണ് ചെയ്തത്. എല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതുമായിരിക്കും. എന്നിട്ടായിരിക്കും ഈ മകനെ കൊന്നിട്ടുള്ളത്. അപ്പം ഈ മകനെ കൊന്നിട്ട് അതിനുശേഷം അവരെ വീട്ടിൽ കൂടി പറ്റാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കയറി അവരെ അവിടെ ജോലിയൊക്കെ ചെയ്ത് അവരെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഇന്നെല്ലാം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന്മാർ. ഇത് വേറെ കൊലയാളികൾ ഇവരിലുള്ളവർ തന്നെ ആയിരിക്കും, അല്ലാതെ വെളിയിൽ നിന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നൂല. ഇത് പൊതുദർശനത്തിന് വെച്ച്. അപ്പം ആ പൊതുദർശനത്തിന് വെക്കുമ്പോൾ തന്നെ ജനങ്ങളങ്ങ് ഇരച്ചങ്ങ് വരെയാണ് ചെയ്തത്, കണ്ടമാനം ജനം. അപ്പം അതിനിടയിലും ചിലപ്പോൾ കാണാം ഈ കൊലയാളികൾ, അത് ഉറപ്പായിട്ടും കാണും. അവന്മാർ ഇത് അവസാനമായിട്ട് കണ്ടിട്ടുമുണ്ട്. അവിടെ നിന്ന് ഉള്ളിനകത്ത് അട്ടഹസിച്ചിട്ടുണ്ട്. ഇനി മോളേ ഉള്ളൂ. ഈ മോനെയും കൊന്ന് അമ്മയും അച്ഛനെയും കൊന്ന് വകയ്ക്ക് വേണ്ടിയാണ് ഇത് കൊന്നത്. വകയ്ക്ക് വേണ്ടി എന്നാവുമ്പം അതെന്തായാലും അന്യ ആളുകളാ, നാട്ടുകാരായിരിക്കൂല. ഈ വകയ്ക്ക് വേണ്ടിയിട്ട് ബന്ധുക്കാർ തന്നെ ആയിരിക്കും. വൈരാഗ്യമുള്ളവർ കാണും, എല്ലാവരും ആയിരിക്കൂല. എത്രയോ പേർക്ക് വൈരാഗ്യമുള്ളവർ കാണും. അവരെ കൊന്നു കഴിഞ്ഞാൽ ഇത്രയും സ്വത്തിൻ്റെ അവകാശി ആവും എന്നുള്ളത്. ഇത് പക്ഷെ നല്ലൊരു അന്വേഷണം വേണം. ഇതിലിപ്പോൾ യവനെ പിടിച്ചുകൊണ്ടിട്ടിട്ട് അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇത് അന്വേഷിച്ച് യവനൊന്നും അല്ല കൊന്നത്. യവൻ വെറുതെ യവൻ്റെ അടുത്ത് പറഞ്ഞ് നീ അവിടെ വരണം, പിന്നെ അവിടെ വന്നിട്ടൊരു നോക്കൂത്തിയായിട്ട് നിന്നതേ ഉള്ളൂ. അതിന് മുമ്പേ ഇവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 12:രയ്ക്കാൻ കണ്ടേയിരുന്നു. 3 മണിക്കാണ് അവൻ ഇറങ്ങിപ്പോണത്. എന്തിനാണ് അവൻ കൊന്നിട്ടിട്ട് അത്രയും നേരത്തെ അവൻ്റെ കഠിനാധ്വാനമായിരുന്നു കൊല്ലൊക്കെ എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ അതിന് മുമ്പൊക്കെ ഇവിടെ ആളുണ്ടായിരുന്നു. ഇവൻ ഓട്ടോയിൽ വന്ന് ഈ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങണത്, ഓട്ടോക്കാരെ വന്നിറങ്ങണത് അത് CCTV-യിൽ തെളിഞ്ഞു. എന്നിട്ട് പോരെങ്കിൽ CCTV-യിലെ ഹാർഡ് ഡിസ്ക് അതും വലിച്ചിളക്കി ലാസ്റ്റ് കൊണ്ടുപോണത് ഇവനാണെന്ന് അറിയിക്കാൻ കഷത്തിടുക്കി കൊണ്ടുപോകണം. ഇയാളെ മൊബൈല് CCTV ഘടിപ്പിച്ച മൊബൈൽ, അത് ഇവനെങ്ങനെ അറിയാം? ഈ 2 മൊബൈലിലാണ് CCTV ഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് കണ്ടെത്തട്ട്. പോലീസ് കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നൊരു കാര്യം, ഊമ്പിനിടിക്കണം. നല്ല ഇടി കൊടുത്തിട്ട് പറയിക്കുക തന്നെ വേണം. മോൻ്റെ കൊലയ്ക്ക് അന്വേഷണം നടത്തിയ CBI, ആ CBI അന്ന് വന്നെന്ന് പറയാനായിട്ട് ഇത് തന്നെ അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. ജനങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് മരിച്ചത്, ആരാണ് ഇതിൻ്റെ കൊലയാളി, അല്ലാതെ ഈ ഭീകറിയൊന്നും അല്ല. ഇതിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് അബോർഷനായിപ്പോയി, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഇതിൽ കേസ് കൊടുത്ത് അങ്ങനെ പിടിച്ചോണ്ടിട്ട് പിന്നെ വിജയകുമാറിൻ്റെ പണം തട്ടിയെടുത്ത്, മൊബൈൽ വഴി പണം തട്ടിയെടുത്ത് അതിൻ്റെ പേരിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയണത്. ഇവൻ വന്ന് മാപ്പ് പറഞ്ഞെന്നോ, അപ്പോൾ വിജയകുമാർ അത് സമ്മതിച്ചില്ല എന്നൊക്കെയാണ് ഇവൻ്റെ അഭിപ്രായങ്ങൾ. അതൊന്നും അല്ല. ചിലപ്പോൾ 5 മാസം ജയിലിൽ കിടന്നായിരിക്കും.
വിജയകുമാർ അന്നേ എത്രയോ വർഷം കൊണ്ട് ഗൾഫിലായിരുന്നു. അവിടെ എന്തൊക്കെയോ ബിസിനസ്സൊക്കെ നടത്തി പണം ഉണ്ടായിട്ടും പിന്നെ എന്തൊരു ബീഡിയാ സിഗരറ്റാ അങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ അങ്ങ് ഗൾഫിൽ വരുത്തിയെന്ന, പിന്നെ വേറെ എന്തൊക്കെ പെർഫ്യൂമുകളായി അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വരുത്തി അത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് നല്ല ഉയർച്ചയിലെത്തി എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് സ്ഥലത്ത് സ്വത്തുക്കൾ ഒരുപാട് സ്ഥലത്ത് സ്ഥാപനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ പെരേടങ്ങൾ കണ്ടമാനമുണ്ട്. സ്വത്ത് തട്ടിയെടുക്കാൻ ചെയ്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്തായാലും നല്ലൊരു അന്വേഷണത്തിലൂടെ കണ്ടു കിട്ടട്ടെ. ഈ പെൺകുട്ടിക്ക് ഒരാപത്തും വരാതെ അത് സുരക്ഷയായിരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ.